ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നാണെങ്കിൽ ഒരു നൈറ്റി മോഡൽ ഫ്രോക്കാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നൈറ്റി വെച്ചിട്ട്, അപ്പോൾ അതിന് ഞാൻ മെറ്റീരിയൽ എടുത്തേക്കുന്നത് ഒരു നൈറ്റി മെറ്റീരിയലാണ്. ഈ റയോണിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അതിനോട് മാച്ചിങ് ആയ ഒരു കളർ കയ്യിലുണ്ടായിരുന്നതാണ്. അതിൽ ഒരു 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിനോട് മാച്ചിങ് അത് കോട്ടണാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിലേക്കും പോകാം. ഈ മെറ്റീരിയൽ അങ്ങ് മടക്കി മാറ്റി വെക്കാം. എന്നിട്ട് ഈ റയോണിൻ്റെ മെറ്റീരിയൽ ആദ്യം നമ്മളിതങ്ങ് നിവർത്തിയിട്ട് ഇതിനെ ആദ്യം നമ്മൾ രണ്ടായിട്ടങ്ങ് മടക്കും. രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ മടക്കിയെടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ലെങ്ത് എടുക്കാം. ലെങ്ത് എടുക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ 40 ഇഞ്ചിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ മറ്റേ സൈഡിൽ കൂടെ ഒന്നും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡും ഒരേപോലെ കിട്ടാൻ വേണ്ടി 40 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 40 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ അങ്ങ് മടക്കണം. നമ്മൾ ഈ 40 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗം വെച്ച് ഒന്നും കൂടെ മടക്കുമ്പോൾ നമുക്ക് 4 ഫോൾഡായിട്ട് കിട്ടും. 4 വശവും കൂടെ ഉള്ള പീസായിട്ട് കിട്ടും. അപ്പം നമുക്ക് തുണി വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ മടക്കിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ താപ്പോട്ടൊന്ന് നോക്കണം. താഴോട്ട് നമ്മൾ അളവെടുത്ത് നോക്കണം. ഇത് എത്ര 40 ഇഞ്ചിൽ തന്നെയാണോ കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ മുകളിൽ നിന്ന് അളവെടുത്ത് കാണിക്കാം. കറക്റ്റ് കണ്ടോ, 40 ഇഞ്ചിൽ തന്നെ ഇതുണ്ട്. എന്നിട്ട് ഈ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇത് 40 ഇഞ്ചിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് താഴോട്ടൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 40 ഇഞ്ചിൽ ഇതങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം 40 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം എനിക്ക് ബാക്കിയുണ്ട്. ഇത്രയും പീസ്, ഇത്രയും തുണി എനിക്ക് ബാക്കിയുണ്ട്. അപ്പം ഞാനിതങ്ങ് മാറ്റി വെക്കാം. ഇത് നമുക്ക് താഴത്തെ ഫ്രില്ലിനായിട്ട് എടുക്കാം. അപ്പം 40 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടു. അപ്പം നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി മെഷർമെൻറ്റ് ചെയ്യാം. അത് ഞാൻ ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ഷോൾഡർ എടുത്തു. താഴോട്ട് ഞാൻ 7 ഇഞ്ച് തന്നെ എടുത്തു. 7 ഇഞ്ച്. അപ്പോൾ ഈ 7 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. നമ്മൾ ചിലപ്പം വരയ്ക്കുമ്പോൾ കൈ കൊണ്ടല്ല വരയ്ക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ട്. ഈ സൈഡിൽ നിന്ന് ഒന്ന് നോക്കണം 7 ഇഞ്ച് തന്നെയാണോ. എന്നിട്ട് ഈ 7 ഇഞ്ചും 7 ഇഞ്ചും തമ്മിൽ ഒന്ന് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്. അപ്പോൾ നമുക്കിത് 10 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ്, 40 ഇഞ്ചിൻ്റെ. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടുവാണ്. അപ്പോൾ ഞാൻ 10.5 ഇഞ്ച് എടുക്കും. 10.5 ഇഞ്ച് ചെസ്റ്റ്. എന്നിട്ട് അവിടുന്ന് 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇടുവാണ്. നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ തയ്യൽ തുമ്പെന്നാണ് അതിനകത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇത് വീട്ടിലിടാൻ വേണ്ടിയാണ്. നൈറ്റി ഫ്രോക്കല്ലേ, വീട്ടിലിടാൻ വേണ്ടി ഞാൻ എടുത്തത്. അപ്പം ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിടുന്നതന്നെ ഉള്ളൂ. പിന്നെ എന്നിട്ട് അവിടുന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ ലൈൻ എന്ന് പറയുന്നത് 14 ഇഞ്ച്, ഹിപ്പ് എന്ന് പറയുന്നത് 21 ഇഞ്ച്. ഈ ഹിപ്പൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ എടുക്കുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് വേസ്റ്റിൻ്റെ വണ്ണം, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഹിപ്പിൻ്റെ വണ്ണം ഞാൻ എടുക്കുന്നത് 12.5 ഇഞ്ചാണ്. ഇച്ചിരി ലൂസ് അങ്ങ് കിടക്കാൻ. എന്നിട്ട് ഈ തയ്യൽ തുമ്പെല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങേ അറ്റത്ത്, താഴെ ഇങ്ങേ അറ്റത്ത് വരെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഈ അറ്റത്തു നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ, ഞാനിപ്പോൾ 1.5 ഇഞ്ചിൽ മേളിലോട്ട് മാർക്ക് ചെയ്യണം നമ്മൾ. എന്നിട്ട്
അവിടെ നിന്ന് നമ്മൾ ഒന്ന് വളച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് അപ്പോൾ ഈ ഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച്, 7ൻ്റെ പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. ഈ 3.5 ഇഞ്ച് ഇവിടെ നമ്മളൊരു ആം ഹോളിൻ്റെ കർവ് ഉപയോഗിച്ച് ഇതിൻ്റെ ഹാഫ് കാണും, 7ൻ്റെ ഹാഫ് 3.5 കണ്ടു. എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അത്രയേ ഉള്ളൂ, ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കൈ കൊണ്ട് വരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഷേപ്പ് ചെയ്ത് വരച്ചു. എന്നിട്ട് നമുക്കിനി ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോള്, ഇത് ബാക്കല്ലേ, ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ടിൽ പോകുന്നതാണ് ഫ്രണ്ട് ആം ഹോൾ. ഫ്രണ്ട് ആം ഹോള് നമുക്കൊന്ന് 1/2 ഇഞ്ചിലൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്തും വെട്ടും കൂടെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പോകാം. പിന്നെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി ഇറക്കി എടുക്കുവാണ് 5 ഇഞ്ച്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച്. ഇതിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മാറ്റം വേണേലും മാറ്റാം കേട്ടോ. ഞാൻ ഈ എടുത്ത മെഷർമെൻറ്റ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് ബാക്കും ഫ്രണ്ടും വരച്ചു. നമ്മളിതൊരു ബോക്സ് പോലാക്കിയിട്ട് ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ്. ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് ഇത് കറക്റ്റിന് വരയ്ക്കാം. ഇതും ആം ഹോൾ കർവ് ഉപയോഗിച്ച് കറക്റ്റ് വരയ്ക്കാം. ആം ഹോൾ കർവ് ഉപയോഗിച്ച് പല നെക്ക് നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കട്ട് ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്ന ആദ്യം നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്തു. ഇനി എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കണം. ഇതൊന്ന് സെപ്പറേറ്റ് ആക്കാം. ഈ ഷോൾഡർ ഒന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കാം. ഇപ്പം നമ്മൾ ബാക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പീസ് അങ്ങ് മാറ്റാം. ഇങ്ങനെ മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ വരച്ച തുണി തന്നെ നമുക്കൊന്ന് ഫ്രണ്ടാക്കാം. വരച്ച തുണി തന്നെ നമുക്കങ്ങ് ഫ്രണ്ടും ആക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യും. ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തു. ഇതെല്ലാം മാറിപ്പോകരുത്. ഇനി എന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ആം ഹോളും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാക്കും ഫ്രണ്ടും എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഫ്രില്ല് വെക്കാനുള്ളതാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിതുപോലെ ഈ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടു. അതിനകത്ത് നിന്ന് ഞാൻ ഫ്രണ്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് 8 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്തു. 8 ഇഞ്ച് വെച്ച് താഴെ നമുക്ക് എത്ര ഫ്രില്ല് കിട്ടുമോ, 2 ഫ്രില്ലായി. അങ്ങനെ 2 പീസായേ. 3, 4, 5 ഇങ്ങനെ 4 പീസ് നമുക്ക് കിട്ടും. ഞാനിതൊന്ന് വരച്ച് കാണിക്കാമേ. ഈ വരച്ച പീസെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അതങ്ങ് കട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ നമ്മൾ യോക്കിൽ വെക്കുന്ന ആ പീസ് കൊണ്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പം സ്ലീവിൻ്റെ ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് 11 ഇഞ്ചാണ്. ലെങ്ത് എടുത്തേക്കുന്നത് 11 ഇഞ്ച്. ഇവിടുത്തെ മുകളിലത്തെ വണ്ണം എടുത്തേക്കുന്നത് 10 ഇഞ്ച്. എന്നിട്ട് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 11 ഇഞ്ച് ആ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിൽ അതിന് ലൈൻസ് ആയിട്ടാണ് വരച്ചു. അപ്പം ഇത് 4 ഫോൾഡായിട്ട് വേണം മടക്കാൻ.
എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ സൈഡിൽ ഫോൾഡ് അല്ലാത്ത ആ ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താപ്പോട്ട് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് നമ്മൾ താപ്പോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കോർണറിലും ഇപ്പം നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്രയുണ്ടെന്ന് നോക്കണം. ഇതിപ്പോൾ 10 10.15 എടുക്കണം, 10.15 പകുതി എടുക്കണം. അപ്പോൾ 5 1 പോയിൻറ്റ് അല്ലെ 5 അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചല്ലോ അവിടെ നിന്ന് തൊട്ടു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. എന്നിട്ട് താഴ്ഭാഗം 6.5 ഇഞ്ചാണ് എൻ്റെ താഴ്ഭാഗത്തെ വണ്ണമായിട്ട് ഞാൻ എടുക്കുന്നത്. 6.5 ഇഞ്ച് അവിടെ നിന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. 2 ഇഞ്ച് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇടണം. എന്നിട്ട് ഈ 2 തയ്യൽ തുമ്പും തമ്മിൽ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ കട്ട് ചെയ്യുന്നത് താഴ്ഭാഗമാണ്. താഴ്ഭാഗം കട്ട് ചെയ്യണം. താഴ്ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് മുകൾ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് വരികയും ചെയ്യാവുള്ളൂ. എന്നിട്ട് ഈ 2 ഇഞ്ചിൻ്റെ അവിടെ ചെറുതായിട്ട് നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ട്, വലിയ തുണി കട്ട് ചെയ്ത് കളയരുത്, ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്ത് തുടങ്ങി നമ്മൾ ഈ വരയിലൂടെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് പിന്നെ ഇതിൻ്റെ നടുക്ക് അറിയാൻ വേണ്ടി നമ്മളൊരു കട്ടിങ് കൂടെ കൊടുക്കാം, സെൻറ്റർ അറിയാൻ വേണ്ടി. എന്നിട്ട് ഇത് ഞാൻ ഒരു പീസേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം തുണിയുടെ കുറച്ച് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു പീസ് ഇനി ഇത് തന്നെ ഞാൻ വേറെ ഇതുണ്ട്, അതിന് ഞാൻ കട്ട് ചെയ്തെടുത്തോളേ. ഞാൻ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ കൈക്കെടുത്ത അതേ മെറ്റീരിയൽ തന്നെ ഞാൻ തിരിച്ചിട്ടേക്കുവാണ്. തിരിച്ചിട്ടതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ നല്ല ഇച്ചിരി ചുളുക്കമുള്ള തുണിയാണ് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പം നമുക്കിതിനകത്തിൽ നമ്മുടെ ലെങ്ത്, നമ്മുടെ യോക്കിൽ എത്ര ലെങ്ത് വേണമെന്ന് നോക്കണം. ഞാനിപ്പം 12 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 12 വേണ്ട, 11 മതിയെങ്കിൽ 11 മതി, 10 മതിയെങ്കിൽ 10 മതി. ഇഷ്ടമുള്ള എത്ര യോക്ക് ഇറങ്ങണോ, നമ്മുടെ കഴുത്തിന് താഴോട്ട് ഇറങ്ങണോ, കഴുത്തല്ല നമ്മുടെ കഴുത്തിന് താഴോട്ട് ഈ മെറ്റീരിയൽ എത്രമാത്രം ഇറങ്ങണോ അത്രയത്തിന് ലെങ്ത് എടുക്കുക. എന്നിട്ട് ഇവിടുന്നും അതേ 12 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു ലൈനായിട്ട് അങ്ങ് വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത് ലൈനായിട്ട് വരച്ചു. നമ്മുടെ ഷോൾഡർ, നമ്മുടെ നെക്കിൻ്റെ വണ്ണം എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് അവിടുന്ന് 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ ഭാഗം 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 5.5 ഇഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തണം. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മൾ അതേ 5.5 ഇഞ്ച് താഴ്ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 5.5 ഇഞ്ച് തമ്മിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. ലൈൻ വരയ്ക്കുക. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്, ഇത് ഫ്രണ്ടിലല്ലേ, ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എത്ര? 5.5 ഇഞ്ച്. 5.5 ഇഞ്ച്. അവിടുന്ന് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. എന്നിട്ട് അത് തമ്മിലൊരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൽ നമുക്ക് നെക്കടയാളപ്പെടുത്താം. ഇതിലിപ്പം നെക്ക് അടയാളപ്പെടുത്തുന്നില്ല, നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ ലെങ്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി 3 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഞാൻ നെക്ക് കട്ട് ചെയ്തത് കൊണ്ട് ഇവിടെ കട്ട് ചെയ്യണ്ട. ഇനി എന്നിട്ട് ഇവിടുന്ന് ഈ കോർണർ, ഈ ഭാഗത്ത് നിന്ന് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് നമുക്ക് ചോക്കും കൊണ്ട് വരച്ചിട്ട് തെളിയുന്നില്ലേ,
എത്ര വരച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം നമുക്ക് ഇതുപോലെ ചതുരത്തിൽ ആദ്യം 2 നെക്കും വരയ്ക്കുക, ഔട്ടർ നെക്കും പുറത്തെ നെക്കും വരയ്ക്കുക. എന്നിട്ട് പിന്നെ ഔട്ടർ നെക്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ക്വയർ എങ്കിൽ സ്ക്വയർ, റൗണ്ട് എങ്കിൽ റൗണ്ട് അത് ചെയ്യാം. അതിൽ ഒരു 1 ഇഞ്ച് നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. മുകളിലത്തേതും നെക്കും റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ. നെക്ക് കട്ട് ചെയ്യാതെ നമ്മൾ ഈ ഭാഗമാണ് കട്ട് ചെയ്ത് എടുത്താൽ മതി. എടുത്തു. എന്നിട്ട് നമ്മുടെ എന്തിനാണ് നമ്മൾ നെക്ക് വരച്ചെന്ന് ചോദിച്ചാൽ ഈ ഭാഗം അറിയാൻ വേണ്ടി. എന്നിട്ട് ഈ നെക്കിൻ്റെ വണ്ണത്തിൻ്റെ അവിടെ നമ്മളൊരു കട്ടിങ് കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നെക്കിൻ്റെ 3 ഇഞ്ച് വിട്ടെന്നറിയാൻ വേണ്ടിയാണ് ഞാനൊന്ന് വരച്ചത്. ഇപ്പം കണ്ടോ, 3 ഇഞ്ച് എവിടെ വരെയാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മളിത് ഫ്രണ്ട് നെക്കിൽ അറ്റാച്ച് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടും ബാക്കും, നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന യോക്ക്, നമ്മുടെ 2 സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്, അടിയിൽ വെക്കുന്ന ഫ്രിൽസ് 4 ഫ്രില്ലായിട്ട് കെട്ടിട്ടുണ്ട്, അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന യോക്കിൻ്റെ ഭാഗം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കാദ്യം ഇത് 4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ അരഭാഗം നമ്മളൊന്ന് 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരെ 4 ഇഞ്ചിൽ ആദ്യം ഒരു കുറച്ച് ഭാഗം ഒന്ന് മടക്കി, പിന്നെ ഒന്നുകൂടെ മടക്കി, ഡബിൾ ഫോൾഡായിട്ട് മടക്കി ഈ അരക്ക് വശം മൊത്തം നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ യോക്കിൻ്റെ നല്ല വശം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ പന്നവശം എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ 4 ഇഞ്ചിൽ നമ്മൾ ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൽ തന്നെ നമ്മൾ ആ നെക്കിൻ്റെ വെട്ടിൽ തന്നെ നമ്മൾ നോക്കി വൃത്തിയായിട്ട് 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ നെക്ക് യോക്കിൻ്റെ നല്ല വശവും പിന്നെ നമ്മുടെ കുർത്തിയുടെ പന്നവശവും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം. 4 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഞാനിത് 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട് കൊടുക്കാം, ഓരോ നോച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് തിരിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ തുണി നമ്മുടെ നല്ല ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചിടണം. അപ്പം ഈ യോക്കിൻ്റെ അടിയിൽ ഞാനിതുപോലൊരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഇത്രയും ലേസ് വലുപ്പത്തിൽ വെക്കുന്നില്ല, എൻ്റെ കയ്യിൽ വേറെ ലേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ലേസ് അടിയിലോട്ട് വെച്ചിട്ട് ഈ ലേസിൻ്റെ ഈ ഭാഗം മാത്രം കാണത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് റൗണ്ടേ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് കുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമ്മൾ നെക്കിൽ ലേസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ബാക്കിനൊക്കെ ഫിനിഷ് ചെയ്യും. നമ്മൾ ബാക്കിൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു തുണിയുണ്ടല്ലോ, നമുക്ക് ബാലൻസ് വന്ന തുണിയുടെ മണ്ടയിൽ നമ്മുടെ ഈ ബാക്കിനൊക്കെ അങ്ങ് വെക്കുക. ഇതേപോലെ നല്ല ഭാഗം നല്ല രീതിയിലങ്ങ് ഇടുക. എന്നിട്ട് ആ റൗണ്ട് നമുക്ക് ഒന്ന് വരയ്ക്കുക. ആ റൗണ്ടൊന്ന് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തോട്ട് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് 4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇങ്ങനെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ ചെറിയ നോട്ട് കൊടുക്കുക. ഓരോ ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ചെറിയ നോട്ട് നമ്മളിതുപോലെ കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തിരിച്ച് പന്നവശത്തേക്ക് നമുക്ക് തിരിച്ചിടാം. നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ മടക്കി ഒന്നുകൂടെ ഡബിളായിട്ട് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി. നമ്മളിത് തിരിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒന്ന് മടക്കുക, പിന്നെ അത് ആ പീസ് ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടെ നമ്മളൊന്ന് 1/2 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോൾഡർ തന്നെ രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടൊന്ന് കുഴിച്ച് വെട്ടണേ. സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുവരെ കുഴിച്ച് വെട്ടിയില്ലായിരുന്നു. നമ്മൾ സ്ലീവ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് 1/2 ഇഞ്ച് നമുക്കൊന്ന് കുഴിച്ച് വെട്ടി. ഇതപ്പോൾ ഫ്രണ്ടിലൊരു കട്ടിങ് കൊടുക്കണം. നമ്മുടെ ഫ്രണ്ടിലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ ഫ്രോക്ക് നൈറ്റിയുടെ നല്ല വശം എടുക്കുക. സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ നല്ല വശം എടുക്കുക. ആ നല്ല വശം ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ എന്നിട്ട് ഈ സ്ലീവിൻ്റെ നല്ല വശവുമായിട്ട് സെൻറ്ററും തമ്മിൽ വെക്കുക. ഇത് നല്ല സെൻറ്ററിലോട്ടാണ് നമ്മുടെ ഉണ്ട് കട്ട് പോയിരിക്കുന്നത്, സെൻറ്ററിലോട്ടാണ്. ഇനി എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ചിൽ അങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടുന്ന് മറ്റേ വശത്തേക്കും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2 സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് താഴെ ഫ്രില്ല് വെച്ച് കൊടുക്കാം. എടുക്കുന്നത് 4 പീസായിട്ടാണ്. ഈ 2 പീസ് ആദ്യം എടുക്കാം. 2 പീസ് എടുത്തിട്ട് ഈ 2 പീസ് തമ്മിൽ ആദ്യം അങ്ങ് ജോയിൻ്റ് ചെയ്യണം. ഒരു പീസിൻ്റെ നല്ല വശവും മറ്റേ പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് 1/2 ഇഞ്ചിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഫ്രില്ലിടണം. നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും ഈ ഫ്രില്ലിൻ്റെ തുണിയുടെ നല്ല വശവും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ ഫ്രില്ല് കൊടുക്കണം. ഈ ഭാഗത്ത് ഇങ്ങനെ 1/2 ഇഞ്ചിൽ ആദ്യം, അല്ലെങ്കിൽ ഈ ഫ്രില്ല് വെക്കുന്ന ഭാഗത്ത് തന്നെ 1/2 ഇഞ്ചിൽ ആദ്യം ഒരു ഫ്രില്ല് കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഫ്രില്ല് ഇങ്ങനെ കൊടുക്കുക. ഫ്രില്ല് കൊടുത്തിട്ട് എടുക്കുക. ഞാൻ പറയാം. രണ്ടും നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തു, രണ്ടിൻ്റെ നല്ല വശം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ 1/2 ഇഞ്ചിൽ നമുക്ക് ഒക്കാവുന്ന രീതിയിൽ 1 ഇഞ്ച് ഇവിടെ ഇട്ടു നമുക്ക് അടിക്കാൻ. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് കൊടുത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ യോക്ക് നൈറ്റിയുടെ നല്ല ഭാഗവും ഈ ഫ്രില്ലിൻ്റെ നല്ല വശവും കൂടെ ചേർത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ അറ്റം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം ഇങ്ങനെ നൂല് പൊങ്ങി എന്തെങ്കിലും നിപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം. എനിക്കിത് കറക്റ്റ് ഉണ്ടായിരുന്നേ. ഇനി എന്നിട്ട് നമ്മുടെ താഴ്വശം ഈ ഫ്രില്ലിൻ്റെ അടിവശം നമ്മൾ ഇങ്ങനെ ഒരു മടക്ക് മടക്കി, പിന്നെ ഒരു മടക്ക് കൂടെ മടക്കി നമുക്കൊന്ന് അടിവശം ഇതങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ നമുക്ക് മറ്റേ ഫ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും നമ്മളങ്ങനെ ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യണം. നമ്മൾ ആദ്യം സ്ലീവിൻ്റെ ഇവിടുത്തെ വിഡ്ത്ത് എടുത്തു 6.5 ഇഞ്ച്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുള്ള് ഈ വശവും കൂടെ ഉള്ളത് നമ്മളിങ്ങനെ അളന്നു. എത്രയുണ്ടെന്ന് നോക്കണം. 26 26യുടെ പകുതി നമ്മളിവിടെ കണ്ടു.
എന്നിട്ട് ഈ പകുതിയിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത്, 10 ഇഞ്ചല്ലേ, 10 ഇഞ്ച് അങ്ങോട്ട് മാർക്ക് ചെയ്തു, 10 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതുപോലെ നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം എടുത്തു. തുണി ലെവലേ വെച്ചിട്ട് നമ്മളിവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം മൊത്തം എടുത്തിട്ട് അതിൻ്റെ പകുതി കണ്ടു. ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത്, 9 ഇഞ്ചെങ്കിൽ 9, 9.5 എങ്കിൽ 9.5 അങ്ങോട്ടും എടുത്തു, 2 സൈഡിലോട്ടും എടുത്തു. എന്നിട്ട് താഴോട്ട് ഞാനൊരു ലൈൻ അങ്ങ് വരച്ചേക്കുവാണ്. എന്നിട്ട് താഴെ അറ്റം വരെ നമുക്ക് ഈ ലൈൻ ഇതേപോലെ വരച്ചിട്ട് എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് കാണാം. അപ്പം നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഇങ്ങനെയാണ് വരുന്നത്. സാധാരണ നല്ല ഫ്ലെയറുണ്ട്, നല്ല ഫ്ലെയറിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ പുറകിലിങ്ങനെ ടക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഫ്ലെയർ അറിയാത്ത, അത്യാവശ്യം ഫ്ലെയറുണ്ട് നമുക്ക്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് വേറെ പല മോഡലും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ കുർത്തി അടിയിൽ ഇത്രയും ഫ്രില്ല് വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രില്ല് കുറയ്ക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അത് നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ നീളവും വിട്ടും അനുസരിച്ചിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.